30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കൊറിയൻ കമ്പനി ആയിട്ടാണ് ഹുണ്ടായി എല്ലാവരും കണ്ടിരുന്നത്. തീരെ ഭംഗി ഒട്ടുമില്ലാത്ത, ഒട്ടും റിലയബിൾ അല്ലാത്ത, ചീപ്പായിട്ടുള്ള കാറുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി ആയിട്ടാണ് കണ്ടിരുന്നത്. തീരെ വിശ്വസിക്കാൻ കഴിയാത്ത അഗ്ലി ആയിട്ടുള്ള ഈ കാറുകളെ പലവരും പരിഹസിച്ചിരുന്നു. എന്നാൽ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും നല്ല കാറുകൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ ഒന്നാണ് ഹുണ്ടായി. കാർ നിർമ്മാണത്തിലെ വൻപന്മാരായ ഫോർഡ്, ഹോണ്ട, ജനറൽ മോട്ടോഴ്സ് ഇവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളിൽ 3ാം സ്ഥാനം നേടിയിരിക്കുകയാണ് ഹുണ്ടായി. എന്നാൽ ഇതിനേക്കാൾ കൗതുകകരമാണ് ഇതെല്ലാം ആരംഭിച്ച മനുഷ്യൻ. ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ നേടണം എന്ന് വിചാരിച്ച് ഒരു കർഷകനായ ബാലൻ. എൻ്റെ പേര് ഐശ്വര്യ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം. നമ്മുടെ ജീവിതത്തിലും ബിസിനസ്സിലും പകർത്താവുന്ന ധാരാളം പാഠങ്ങളുള്ള ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കൊറിയയിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു കർഷകനായ ബാലൻ തൻ്റെ ചെറിയ പ്രായത്തിൽ നാടുവിട്ട ആ ചെറുപ്പക്കാരന്റെ യാത്രകൾ വളരെ പരാജയങ്ങളും കഠിനതകളും നിറഞ്ഞതായിരുന്നു. തന്റെ ഈ കഠിനതകൾക്കിടയിലും പരാജയങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ കമ്പനി നിർമ്മിക്കാനായി. ഓട്ടോമൊബൈൽ വ്യവസായം മാത്രമല്ല, കപ്പൽ നിർമ്മാണവും കൺസ്ട്രക്ഷനും അങ്ങനെ ഒട്ടനവധി ബിസിനസ്സുകൾ ചെയ്തു ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ ധനികനായി മാറി. ചങ് ജു യങ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. 1915 ടോങ് കോങ് എന്ന ചെറിയൊരു ഗ്രാമത്തിലാണ് ചങ് ജു യങ് ജനിച്ചത്. ഇപ്പോൾ വടക്കൻ കൊറിയയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. ആ കാലഘട്ടത്തിൽ കൊറിയ ജാപ്പനീസ് സാമ്രാജ്യത്തിന്റെ കടുത്ത കൊളോണിയൻ ഭരണത്തിൽ കീഴിലായിരുന്നു. ചങ് വളരെ ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹവും കുടുംബവും വെറും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം മണിക്കൂറോളം ഫാമിൽ ജോലി ചെയ്തിരുന്നു. ഒരു സ്കൂൾ അധ്യാപകന് ആകണം എന്നായിരുന്നു ചങ് സ്വപ്നം കണ്ടിരുന്നത്. പക്ഷേ 7 കുട്ടികളിൽ മൂത്തയാൾ ആയതിനാൽ 14ാം വയസ്സിൽ സ്കൂൾ പഠനം ഉപേക്ഷിച്ച് അച്ഛനോടൊപ്പം ജോലി ചെയ്യുക എന്നതല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. പുലർച്ചെ മുതൽ സന്ധ്യ വരെ അദ്ദേഹം കൈകൊണ്ട് നെല്ല് നടുകയും വിളവെടുക്കുകയും ചെയ്തു. മൃഗങ്ങളെ വളർത്തി വിറക് വിൽക്കാൻ പട്ടണത്തിൽ നിന്ന് മറ്റു പട്ടണത്തിലേക്ക് യാത്ര ചെയ്തു. കുടുംബം എത്ര കഠിനാധ്വാനം ചെയ്താലും അവർക്ക് കഴിക്കാൻ വേണ്ടത്ര ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ല. ഒരു മോശം വിളവെടുപ്പ് കുടുംബത്തെ മാസങ്ങളോളം പട്ടിണി കിടക്കാൻ പര്യാപ്തമാക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും കർഷകനായിരിക്കുമോ? എൻ്റെ വളഞ്ഞ പുറം ഒരിക്കലും നേരെയാക്കാൻ കഴിയില്ലേ? ദാരിദ്ര്യത്താൽ ക്ഷീണിതനും നിരാശനുമായി തീർന്ന ആ ചെറുപ്പക്കാരനെ വർഷങ്ങളോളം ഇത്തരം ചിന്തകൾ വേട്ടയാടി. ദാരിദ്ര്യം അവനും കുടുംബവും ഒരുപാട് സഹിക്കേണ്ടി വന്നു. ഒടുവിൽ 16 വയസ്സുള്ളപ്പോൾ അദ്ദേഹവും ഒരു സുഹൃത്തും അവരുടെ ഗ്രാമത്തിൽ നിന്ന് ഒളിച്ചോടി. രാജ്യത്തിന്റെ ഏറ്റവും അപകടകരമായ ഭാഗങ്ങളിലൂടെ ദീർഘദൂരം നടന്നു. ഒടുവിൽ ഇന്നത്തെ ഉത്തര കൊറിയയുടെ ഭാഗമായ കവാൻ നഗരത്തിൽ എത്തി. അവിടെ അവർക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളികളായി ജോലി ലഭിച്ചു. അവർക്ക് വളരെ കുറച്ച് ശമ്പളം മാത്രമേ ലഭിച്ചിരുന്നെങ്കിലും കാർഷിക ജീവിതത്തെക്കാൾ വളരെ മികച്ചതായിരുന്നു. അത് കണ്ടെത്തിയതിന് ചങ് സന്തോഷിച്ചു. സ്വന്തമായി സമ്പാദിക്കാൻ കഴിയുമെന്ന വസ്തുത അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. കാരണം വയലിൽ എത്രയോ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും 1 രൂപ പോലും അദ്ദേഹത്തിന് മിച്ചം വെക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയായി ജോലി ലഭിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി സമ്പാദിക്കാൻ സാധിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ അധികകാലം അത് നീണ്ടുനിന്നില്ല. അദ്ദേഹത്തിന്റെ ഒളിച്ചോട്ടത്തിന് 2 മാസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പിതാവ് അവർ ജോലി ചെയ്യുന്ന സ്ഥലം കണ്ടെത്തി ഗ്രാമത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിയിരുന്നു. ചങ് ജീവിതത്തിന്റെ രുചി ആസ്വദിച്ചിരുന്നു. അത് വിട്ടുകളയാൻ അദ്ദേഹത്തിന് മനസ്സനുവദിച്ചിരുന്നില്ല. അടുത്ത 2 വർഷത്തിനുള്ളിൽ ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സോൾ നഗരത്തിലേക്ക് അദ്ദേഹം 2 തവണ കൂടി രക്ഷപ്പെട്ടു. പക്ഷേ ഈ ഓരോ ഒളിച്ചോട്ടത്തിനു ശേഷവും അവനെ വീണ്ടും പിടികൂടി അവന്റെ അച്ഛൻ തിരികെ കൊണ്ടുവന്നു. ബിരുദധാരികൾ പോലും തൊഴിലില്ലാതെ അലഞ്ഞു നടക്കുന്ന സ്ഥലമാണ്. അവിടെ നീ ആരാണ്? വെറും 6ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള നീ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നതായിരുന്നു അച്ഛന്റെ വാദം. അങ്ങനെ 4ാമത്തെയും അവസാനത്തെയും തവണ രക്ഷപ്പെടാൻ തീരുമാനിച്ച ആ ചെറുപ്പക്കാരെ തടയാൻ ഈ വാക്കുകൾ പര്യാപ്തമായിരുന്നില്ല. ഇവിടെയാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. അങ്ങനെ നാടുവിട്ട അവൻ കിട്ടിയ ജോലികൾ എല്ലാം ചെയ്യാൻ തുടങ്ങി. കെട്ടിടം പണി, ഫാക്ടറികളിലെ ജോലി ചെയ്തും പലയിടത്ത് സഹായിയായി ജോലി ചെയ്തും അങ്ങനെ 1 വർഷം കഴിച്ചുകൂട്ടി. 1 വർഷത്തിന് ശേഷം ആണ് അവനൊരു സാമാന്യം ഭേദപ്പെട്ട ജോലി ലഭിച്ചത്.
ബോങ്കോങ് എന്ന വലിയ ഒരു അരിക്കടയിൽ സൈക്കിളിൽ അരി കൊണ്ടുചെന്ന് ഡെലിവറി ചെയ്യുന്ന ജോലിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മറ്റു ജോലികളിൽ ഒന്നും സ്ഥിരതയില്ലാത്ത ജോലിയായിരുന്നു. എന്നാൽ ഇതൊരു സ്ഥിരതയുള്ള ജോലിയായി. രാവും പകലും അവൻ കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ റൈസ് സ്റ്റോറിന്റെ ഉടമയ്ക്ക് അവനെ നല്ല രീതിയിൽ ബോധിച്ചു. അങ്ങനെ വെറും 6 മാസത്തിന് ശേഷം അവന് ആ റൈസ് സ്റ്റോറിന്റെ അക്കൗണ്ടന്റ് സ്ഥാനം ലഭിച്ചു. പക്ഷേ അടുത്ത കുറച്ച് വർഷത്തിനുള്ളിൽ റൈസ് സ്റ്റോറിന്റെ ഉടമയ്ക്ക് പലവിധ ഹെൽത്ത് ഇഷ്യൂസും കൊണ്ട് കഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഇനി തന്നെ കൊണ്ട് ഈ റൈസ് സ്റ്റോർ നടത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഉടമ ആ സ്റ്റോർ അദ്ദേഹത്തിന് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ചങ്ങിന്റെ പ്രായം വെറും 22 വയസ്സായിരുന്നു. അങ്ങനെ ചങ് ആ റൈസ് സ്റ്റോർ ഏറ്റെടുത്ത് തൻ്റെതായ ബിസിനസ് തന്ത്രങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ സ്റ്റോർ നടത്താൻ തുടങ്ങി. അദ്ദേഹം തൻ്റെ സ്റ്റോറിന്റെ അരിയുടെ വില കുറച്ചുകൊണ്ട് കച്ചവടം നടത്താൻ തുടങ്ങി. വില താരതമ്യേന കുറവായതുകൊണ്ട് എല്ലാവരും ചങ്ങിന്റെ കടയിൽ നിന്ന് അരി വാങ്ങാൻ തുടങ്ങുകയും ബിസിനസ് നല്ല രീതിയിൽ വളരുകയും ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ല റൈസ് സ്റ്റോറായി ചങ്ങിന്റെ സ്റ്റോർ മാറുകയും ചെയ്തു. അങ്ങനെ ജീവിതം ഒന്ന് മെച്ചപ്പെട്ടു വരികയാണ് എന്ന സ്ഥിതി എത്തിയപ്പോഴാണ് ആ ദുരന്തം അദ്ദേഹത്തിന് സംഭവിക്കുന്നത്. ജാപ്പനീസ് കൊളോണിയൻ സർക്കാർ ഒരു അരി റേഷനിങ് സംവിധാനം കൊറിയയിൽ സ്ഥാപിച്ചു. ചൈനയുമായുള്ള യുദ്ധം കാരണം ജപ്പാനിൽ അരിയുടെ ക്ഷാമം വന്നതിനാൽ അതിന്റെ ലഭ്യത ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ജാപ്പനീസ് സർക്കാർ കൊറിയയിൽ അരി സ്റ്റോറുകൾ എല്ലാം കൈയടക്കിയത്. ഇങ്ങനെ കൊറിയയിലെ ബിസിനസ് ഓണേഴ്സിന്റെ അരി സ്റ്റോർ നടത്താൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. അങ്ങനെ ചങ്ങും തന്റെ കച്ചവടം അടച്ചു പൂട്ടേണ്ടി വന്നു. കച്ചവടം നഷ്ടപ്പെട്ട ചങ്ങിന് തിരിച്ച് തന്റെ ഗ്രാമത്തിലേക്ക് പോകേണ്ടി വന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു വിഷൻ അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 1940 അദ്ദേഹം വീണ്ടും സിറ്റിയിലേക്ക് വന്നു. അദ്ദേഹം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. ജാപ്പനീസ് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്താത്ത ചെയ്യാൻ കഴിയുന്ന ബിസിനസ്സുകളുടെ ഒരു ലിസ്റ്റ്. അതിൽ അദ്ദേഹത്തിന് ഏറ്റവും മികച്ചതായി തോന്നിയത് കാർ റിപ്പയറിംഗ് ബിസിനസ് ആയിരുന്നു. അങ്ങനെ ഒരു ബാങ്ക് ലോൺ എടുത്ത് അദ്ദേഹം കാർ വർക്ക്ഷോപ്പ് തുടങ്ങി. ആ സമയത്ത് കാർ റിപ്പയറിംഗ് ഷോപ്പുകളുടെ ഡിമാൻഡ് വളരെ കൂടുതലായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ സിറ്റിയിൽ ഒന്നും അധികം കാർ റിപ്പയറിംഗ് ഷോപ്പ് ഇല്ലായിരുന്നു. ഉള്ള ഷോപ്പുകളോ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അമിതമായി ചാർജ് ചെയ്തിരുന്നു. എന്നാൽ ചുങ്ങിന് കാറിനെ പറ്റി ഒന്നും തന്നെ അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിവുള്ള മെക്കാനിക്കുകളെ തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് നിയമിക്കുകയും കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് തുച്ഛമായ ചാർജ് ഈടാക്കുകയും വർക്ക്ഷോപ്പ് നടത്തുവാനും തുടങ്ങി. ചാർജ് ചെയ്യുന്നത് കുറവായിരുന്നെങ്കിലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സിമ്പിൾ അപ്രോച്ച് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പ് നല്ല രീതിയിൽ ക്ലച്ച് പിടിക്കാൻ തുടങ്ങി. കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂടുവാൻ തുടങ്ങിയതുകൂടി ചുങ്ങിന് കൂടുതൽ മെക്കാനിക്കുകളെ കൂടി തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് നിയമിക്കേണ്ടതായി വന്നു. അങ്ങനെ ബിസിനസ് നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു ദുരന്തം അദ്ദേഹത്തിന് സംഭവിച്ചത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പിൽ ഒരു തീപിടുത്തം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ വർക്ക്ഷോപ്പ് അതിലുള്ള കസ്റ്റമേഴ്സിന്റെ വാഹനങ്ങളും വർക്ക്ഷോപ്പിലെ എക്യുപ്മെന്റ്സും ടൂൾസും അടക്കം എല്ലാം കത്തി നശിച്ചു. ഇത് അദ്ദേഹത്തിന് വലിയൊരു കടക്കണിയിലേക്ക് വലിച്ചു. ഈ കടക്കണിയിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് മറ്റൊരു മാർഗവും കണ്ടെത്താനായില്ല. അദ്ദേഹം വീണ്ടും ഒരു ലോൺ എടുക്കുകയും സിറ്റിയുടെ കുറച്ചുകൂടി തിരക്കുള്ള ഭാഗത്ത് മറ്റൊരു വർക്ക്ഷോപ്പ് തുടങ്ങുകയും ചെയ്തു. ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ട് വീണ്ടും നല്ലൊരു കസ്റ്റമർ ബേസ് അദ്ദേഹത്തിന് ഉണ്ടാക്കുവാൻ സാധിച്ചു. അങ്ങനെ അടുത്ത കുറച്ച് വർഷം കൊണ്ട് സോൾ ടൗണിലെ ഏറ്റവും മികച്ച വർക്ക്ഷോപ്പ് എന്ന നിലയിലേക്ക് തന്റെ വർക്ക്ഷോപ്പ് എത്തിക്കുവാൻ സാധിച്ചു. അങ്ങനെ ആദ്യത്തെ വർക്ക്ഷോപ്പിൽ നിന്നുണ്ടായ കടക്കിണികൾ എല്ലാം തീർത്ത് ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ട അദ്ദേഹം തന്റെ ബിസിനസ് കുറച്ചുകൂടി സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ കഷ്ടകാലം അവിടെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധത്തോട് അനുബന്ധിച്ച് ജപ്പാൻ ചങ്ങിന്റെ വർക്ക്ഷോപ്പ് ഏറ്റെടുക്കുകയും അത് അവരുടെ ഒരു സ്റ്റീൽ പ്ലാന്റ് ആക്കി മാറ്റുകയും ചെയ്തു. യുദ്ധാനന്തരം സോൾ ടൗൺ ഒരു ഡേഞ്ചർ ഏരിയയായി മാറുകയായിരുന്നു. ചങ് തന്റെ ബിസിനസ് നഷ്ടം കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെ അദ്ദേഹത്തിന് വീണ്ടും തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോവേണ്ടി വന്നു. തന്റെ ബിസിനസ് നഷ്ടമായെങ്കിലും അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ 50,000 വോൺ സേവ് ചെയ്യാൻ സാധിച്ചു. അവിടെയും അടിപതറാതെ അദ്ദേഹം തന്റെ അടുത്ത ബിസിനസ് സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനായി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഏതാനും വർഷങ്ങൾക്കു ശേഷം 1946 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതോടുകൂടി കൊറിയ ജപ്പാന്റെ കൊളോണിയൽ ഭരണത്തിൽ നിന്നും മുക്തി നേടി. അങ്ങനെ ജപ്പാന്റെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാത്ത ആയതോടുകൂടി ചങ് വീണ്ടും തന്റെ വർക്ക്ഷോപ്പ് റീസ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ തന്റെ പുതിയ വർക്ക്ഷോപ്പിന്
അദ്ദേഹം ഒരു പേര് നൽകി, ഹുണ്ടായി ഓട്ടോ സർവീസ് സെന്റർ. ഹുണ്ടായി എന്നാൽ ഇംഗ്ലീഷിൽ മോഡേൺ എന്ന അർത്ഥം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാന്റെ US മിലിറ്ററിയുടെ നിരവധി കാറുകൾ, ട്രക്കുകൾ എല്ലാം കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അവിടെ ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ചങ് കണ്ടിരുന്നു. അങ്ങനെ ജപ്പാന്റെയും അമേരിക്കയുടെയും വാഹനങ്ങൾ എല്ലാം അദ്ദേഹം റിപ്പയർ ചെയ്യാൻ ആരംഭിച്ചു. കേവലം 1 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് നല്ല രീതിയിൽ വളർന്നു വന്നു. വെറും 30 മെക്കാനിക്കുകളെ കൊണ്ട് വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത ചങ് 1 വർഷം കൊണ്ട് 3 ഇരട്ടി മെക്കാനിക്കുകളെ അപ്പോയിന്റ് ചെയ്യേണ്ടതായി വന്നു. അങ്ങനെ അദ്ദേഹം വീണ്ടും ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തു. ഇത്തവണ ജാപ്പനീസ് സർക്കാരിന്റെ ഇടപെടലുകൾ ഇല്ലാത്തതിനാൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിച്ചു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലിയെ ഗ്രാമത്തിൽ നിന്നും ടൗണിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ചങ് പലവിധ കോൺട്രാക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. 300 വോൺ തൊട്ട് 4 ലക്ഷം വോൺ വരെ അദ്ദേഹം റിപ്പയറിനായി കോൺട്രാക്റ്റുകൾ ഏറ്റെടുക്കാൻ തുടങ്ങി. എന്നാൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി 10 മില്യൺ വോണിന് ഒരു കോൺട്രാക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം വളരെ ആശ്ചര്യപ്പെട്ടു. കേവലം ഒരു കോൺട്രാക്റ്റിന് ഒരാൾക്ക് എങ്ങനെയാണ് അത്രയും തുക സമ്പാദിക്കാൻ കഴിയുന്നത്? അങ്ങനെ അതിനെപ്പറ്റി വിവരങ്ങൾ ശേഖരിച്ച് സ്റ്റഡി ചെയ്ത് അദ്ദേഹം 1947 ഹുണ്ടായി കൺസ്ട്രക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കമ്പനിയുടെ ആദ്യ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. US ആർമിയുടെ ക്വാർട്ടേഴ്സ്, കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണി, അങ്ങനെ ചെറിയ ചെറിയ കോൺട്രാക്റ്റുകൾ മാത്രമേ ഹുണ്ടായി കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അങ്ങനെ 1950ഓടുകൂടി കമ്പനി പതിയെ ക്ലച്ച് പിടിക്കാൻ തുടങ്ങി. പക്ഷേ വീണ്ടും അദ്ദേഹത്തിന് ഒരു ദുരന്തം സംഭവിച്ചു. നോർത്ത് കൊറിയ സൗത്ത് കൊറിയയോട് യുദ്ധം പ്രഖ്യാപിച്ചു. ഒരു മാസീവ് അറ്റാക്ക് പുറപ്പെടുവിച്ചു. ഇതോടുകൂടി പ്രാണരക്ഷാർത്ഥം ചങ് തന്റെ ബിസിനസ് സാമ്രാജ്യം ഉപേക്ഷിച്ച് ബുക്ഷൻ എന്ന സ്ഥലത്തേക്ക് കുടിയേറേണ്ടി വന്നു. അങ്ങനെ വളരെ തുച്ഛമായ പൈസ മാത്രം കൈവച്ചുകൊണ്ട് ചുങ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾക്കും വീണ്ടും ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം നോക്കേണ്ടി വന്നു. തന്റെ കുടുംബത്തിന് നോക്കാൻ പല മാഗസിനുകളും പത്രങ്ങളിൽ ഇടുന്ന ജോലി വരെ അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നു. സൗത്ത് കൊറിയ നോർത്ത് കൊറിയയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പിടിയിൽ വീഴുമോ എന്നാണ് അവർ ഒന്നടങ്കം ഭയന്നിരുന്നത്. UN സഖ്യങ്ങൾ തങ്ങളുടെ രക്ഷയ്ക്കായി വരും എന്ന ഏക പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒരു ദിവസം US ആർമിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു പ്രസിദ്ധീകരണം അദ്ദേഹം വായിക്കാനിടയായി. US ആർമി ആ കാലഘട്ടത്തിൽ അവരുടെ സൈനികർക്ക് വിശ്രമിക്കുന്നതിനും മറ്റു ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ കൺസ്ട്രക്ഷൻ ആവശ്യത്തിന് ലോക്കൽ എക്സ്പേർട്ടുകളുടെ സഹായം തേടുകയായിരുന്നു. ഇത് കണ്ട് US ആർമിയെ സഹായിക്കാൻ ചങ് തീരുമാനിച്ചു. US സൈനികർക്ക് താമസിക്കാൻ ആവശ്യമായ ക്വാർട്ടേഴ്സുകൾ അദ്ദേഹം നിർമ്മിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം അമേരിക്കൻ ആർമിയോട് ഒരു നല്ല ബന്ധം സ്ഥാപിച്ചു. ശേഷം അദ്ദേഹം തന്റെ ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രൊജക്റ്റുകൾ US ആർമിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി. US പ്രസിഡന്റിന് കൊറിയൻ സന്ദർശിക്കുമ്പോൾ താമസിക്കുന്നതിന് ആവശ്യമായ ക്വാർട്ടേഴ്സുകളും കെട്ടിടങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. ഇത് US-ഉമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഊട്ടിയുറപ്പിച്ചു. കൊറിയൻ വാർ അവസാനിച്ചതിന് ശേഷം US ആർമിയുടെ എല്ലാ പ്രൊജക്റ്റും തന്നെ ചങ്ങിന് ലഭിച്ചു. അതേസമയം യുദ്ധാനന്തരം സൗത്ത് കൊറിയൻ എക്കോണമി വലിയൊരു സ്ട്രഗിളിലായിരുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും ദരിദ്രമായ രാജ്യമായി സൗത്ത് കൊറിയ മാറി. യുദ്ധാനന്തരം കൊറിയയുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ വലിയ രീതിയിൽ തകർച്ച നേരിട്ടു. റെയിൽവേ പാളങ്ങൾ, ബ്രിഡ്ജുകൾ, കെട്ടിടങ്ങൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം തന്നെ നശിച്ചു. സൗത്ത് കൊറിയയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പിന് വേണ്ടി US കൈയഴിഞ്ഞ് സഹായിച്ചു. US ബില്യൺസ് ഓഫ് ഡോളർ സൗത്ത് കൊറിയൻ ഗവൺമെന്റിന് നൽകി. അങ്ങനെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രൊജക്ട് ചങ്ങിന് ലഭിച്ചു. യുദ്ധത്തിൽ പൊളിഞ്ഞുപോയ ഗോരയോങ് പാലം പുനർനിർമ്മിക്കുക എന്നതായിരുന്നു പ്രൊജക്ട്. പക്ഷേ ആ പ്രൊജക്ട് പ്രതീക്ഷിച്ച രീതിയിൽ കൊണ്ടുപോകാൻ ചങ്ങിന് സാധിച്ചില്ല. അത്രയും വലിയ പ്രൊജക്ട് ചെയ്യാനുള്ള എക്സ്പെർട്ടും എക്യുപ്മെന്റ്സും ഒന്നും ചങ്ങിന് ഉണ്ടായിരുന്നില്ല. ഇത് പാലത്തിന്റെ നിർമ്മാണം തടസ്സപ്പെടുകയും നിർമ്മാണത്തിനിടയിൽ നിർമ്മാണ തൊഴിലാളികൾക്ക് മരണങ്ങൾ സംഭവിക്കുന്നതിനും ഇടയാക്കി. ഇത്തരം പ്രശ്നങ്ങളും രാജ്യത്തിന്റെ ഇൻഫ്ലേഷനും മൂലം ചങ്ങിന്റെ സമ്പാദ്യമെല്ലാം വീണ്ടും നഷ്ടമാവുകയും ചങ്ങിനെ വീണ്ടും കടക്കണിയിലേക്ക് നയിക്കുന്നതിനും ഇടയാക്കി. പാലം പണിയുന്നതിനാവശ്യമായ തൊഴിലാളികളെ കൂലി നൽകുന്നതിനും നിർമ്മാണത്തിനും ചങ്ങിനും തന്റെ കുടുംബത്തിനും അവരുടെ വീടും മറ്റു പ്രോപ്പർട്ടികളും എല്ലാം വിൽക്കേണ്ടി വന്നു. ഇത് കണ്ടുനിന്ന ചങ്ങിന്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം അദ്ദേഹത്തെ കളിയാക്കി. വെറും 6ാം ക്ലാസ് മാത്രം യോഗ്യതയുള്ള ഒരാൾക്ക് ഇൻഫ്ലേഷനെ പറ്റി എന്തറിയാം?
ഇത്തരം ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന പ്രൊജക്ടിന് ഇൻസ്റ്റാൾമെന്റ് കോൺട്രാക്ട് ആണ് ആവശ്യം. ഇതൊന്നും അറിയാത്ത ഒരു വിഡ്ഢി എന്ന് അദ്ദേഹത്തെ എല്ലാവരും കളിയാക്കി. അങ്ങനെ വാടകയ്ക്ക് പോലും താമസിക്കാൻ ഗതിയില്ലാതെയായ ചങ്ങിന്റെയും സഹോദരങ്ങളുടെയും കുടുംബത്തിന്റെയും നിസ്സഹായ അവസ്ഥ ചങ്ങിനെ കടുത്ത സമ്മർദ്ദത്തിലേക്ക് നയിച്ചു. താൻ കാരണമാണ് തന്റെ ഫാമിലിക്ക് ഇത്തരമൊരു നാണക്കേടും ഇത്തരമൊരു ഗതി ഉണ്ടായതെന്ന് കരുതി സ്വയം പഴിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ചങ് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുകയാണ്. തന്റെ കുടുംബത്തിന് ഒരു മികച്ച ബിസിനസ് സാമ്രാജ്യം ഒരുക്കുക മാത്രമല്ല, ഈ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് കമ്പനി ഉണ്ടാക്കും എന്നതായിരുന്നു. ഇത്തരം യാതനകൾക്കിടയിലും പാലം പണി പൂർത്തീകരിച്ച ചങ്ങിന് കൊറിയൻ മിനിസ്ട്രിയുടെ ഗുഡ് ബുക്കിൽ ഇടം നേടാൻ കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന് കൂടുതൽ എളുപ്പത്തിൽ ലോണുകൾ നേടുവാനും ബിസിനസ് വിപുലീകരിക്കാനും സഹായിച്ചു. അങ്ങനെ കൊറിയൻ ഗവൺമെന്റിന്റെ നിരവധി പ്രൊജക്റ്റുകൾ ഹുണ്ടായി കമ്പനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു. നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികൾ അദ്ദേഹത്തിന് US-ൽ നിന്നും അവരുടെ ബന്ധങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒട്ടനവധി കെട്ടിടങ്ങൾ, ഡാമുകൾ, ഗവൺമെന്റിന്റെ പ്രൊജക്റ്റുകൾ, റോഡുകൾ എന്നിവയെല്ലാം നിർമ്മിച്ചുകൊണ്ട് സൗത്ത് കൊറിയയിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു കമ്പനിയായി ഹുണ്ടായി മാറി. ചങ് പതിയെ ഇന്റർനാഷണൽ പ്രൊജക്റ്റുകളും ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങി. സൗദി അറേബ്യയിലെ ഹാർബറുകൾ, കപ്പൽ നിർമ്മാണങ്ങൾ, ബഹ്റിനിലെ യാർഡ് നിർമ്മാണം, അങ്ങനെ പലവിധ പ്രൊജക്റ്റുകൾ ചെയ്ത് ഹുണ്ടായി കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ ബിസിനസ് ചെയ്യാൻ ആരംഭിച്ചു. സൗത്ത് കൊറിയൻ എക്കണോമിയുടെ തന്നെ വളർച്ചയ്ക്ക് ഹുണ്ടായി കമ്പനി കാരണമായി തുടങ്ങി. ഇലക്ട്രോണിക്സ്, കപ്പൽ നിർമ്മാണം, ഫൈനാൻഷ്യൽ സർവീസസ്, അങ്ങനെ ഒട്ടനവധി ബിസിനസ്സിലേക്ക് ഹുണ്ടായി വിപുലീകരിച്ചു. പക്ഷേ അപ്പോഴും താൻ തുടങ്ങി വെക്കുകയും പിന്നീട് യുദ്ധം കാരണം കണ്ടിന്യൂ ചെയ്യാൻ കഴിയാത്ത ആ ഒരു ബിസിനസ്സിലേക്കായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണ്. അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആയിരുന്നു. കൊറിയൻ സർക്കാർ ഒരു പുതിയ നയം സ്വീകരിച്ചു. സൗത്ത് കൊറിയയിലെ ഒരു പ്രാദേശിക കമ്പനിയുമായി പാർട്ട്ണർഷിപ്പിൽ അല്ലാതെ മറ്റൊരു വിദേശ വാഹന നിർമ്മിതാക്കൾക്കും കൊറിയയിൽ ഓട്ടോമൊബൈൽ വ്യവസായം നടത്താൻ സാധിക്കില്ല. കൊറിയക്കാരുടെ വാഹന നിർമ്മാണത്തിനുള്ള വൈദഗ്ധ്യം വളർത്തുവാനും കൊറിയൻ കമ്പനികൾക്ക് വാഹന നിർമ്മാണത്തിലേക്ക് കടന്നു വരാനും വേണ്ടിയായിരുന്നു അങ്ങനൊരു നയം സ്വീകരിച്ചത്. അങ്ങനെയാണ് 1967 ചങ് ഹുണ്ടായി മോട്ടോഴ്സ് സ്ഥാപിച്ച് ഓട്ടോമൊബൈൽ വ്യവസായത്തിലേക്ക് തിരിച്ചു വന്നത്. അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഫോർഡുമായി ഒരു സംയുക്ത സംരംഭത്തിൽ ഏർപ്പെട്ട് ഹുണ്ടായി അവരുടെ ആദ്യത്തെ കാർ പുറത്തു കൊണ്ടുവന്നു, ഹുണ്ടായി കൊർട്ടീന. ബ്രിട്ടനിൽ ഇറങ്ങിയ ഫോർഡ് കൊർട്ടീനയുടെ മറ്റൊരു വകഭേദം ആയിരുന്നു ഹുണ്ടായി കൊർട്ടീന. ഫോർഡ് കൊർട്ടീന ബ്രിട്ടനിൽ തരംഗമായപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു സൗത്ത് കൊറിയയിൽ ഹുണ്ടായി കൊർട്ടീന. കാരണം ഈ കാറുകൾ നിർമ്മിച്ചത് ടാറിട്ട റോഡുകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ സൗത്ത് കൊറിയയുടെ മോശം റോഡിന്റെ സ്ഥിതി പല സ്ഥലങ്ങളിലും വാഹനം ഓടിക്കാൻ പറ്റാത്ത വിധമുള്ളവയായിരുന്നു. അങ്ങനെ കൊർട്ടീന എന്ന വാഹനം ഒരു യൂസ്ലെസ് വെഹിക്കിളായി കൊറിയക്കാർ കാണാൻ തുടങ്ങി. കസ്റ്റമേഴ്സ് അവരുടെ പേയ്മെന്റുകൾ നിർത്തിവെക്കുകയും റീഫണ്ടിനായി ഡിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെ ഹുണ്ടായിക്ക് മറ്റൊരു തിരിച്ചടിയും കൂടി നേരിടേണ്ടി വന്നു. 1969 സെപ്റ്റംബറിൽ ഉണ്ടായ വെള്ളപ്പൊക്കം ഹുണ്ടായിയുടെ ഫാക്ടറിയെ ബാധിച്ചു. അവരുടെ വാഹനങ്ങളും എക്യുപ്മെന്റുകളും 4 അടിയോളം വെള്ളത്തിൽ മുങ്ങി. ഇതേ സമയത്ത് രാജ്യത്ത് പലയിടത്തായി റൂമർ സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഹുണ്ടായി വിൽക്കുന്നത് വെള്ളം കയറി കേടാവുന്ന കാറുകളാണെന്ന്. ഇത് ഹുണ്ടായിയുടെ റെപ്യൂട്ടേഷനെ നല്ല രീതിയിൽ ബാധിച്ചു. ആരും തന്നെ ഹുണ്ടായിയുടെ കാറുകൾ മേടിക്കാതെയായി. ഒടുവിൽ ഹുണ്ടായി ഓട്ടോമൊബൈൽസ് ബാങ്ക്രപ്സിയുടെ വക്കിലെത്തി. ഹുണ്ടായി മോട്ടോഴ്സിന് ഉണ്ടാകുന്ന ഈ ദുരിതങ്ങളൊക്കെ കണ്ട് ചങ്ങിന്റെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും ഈ ബിസിനസ് അവസാനിപ്പിക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോഴും ചങ്ങു പറഞ്ഞു, ഒരൊറ്റ ഹുണ്ടായി സൈൻ ബോർഡ് പോലും ഞാൻ എൻ്റെ കൈകൊണ്ട് നിലത്തിറക്കില്ല. ഹുണ്ടായി ബിസിനസ് ഇത്തരം ദുരിതത്തിലാവുകയും ഇനി രക്ഷപ്പെടാൻ ഒരു പ്രതീക്ഷ ഇല്ലാത്തതാണെങ്കിലും ഞാൻ ഈ ബിസിനസ് പ്രാവർത്തികമാക്കും, ഇതിനെ ഒരു വിജയമാക്കി മാറ്റും എന്ന് ചങ് എല്ലാവരോടും പറഞ്ഞു. ഈ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ചങ് തിരിച്ച് അവന്റെ ജോലിയിലേക്ക് വന്നു. അടുത്ത കുറച്ച് വർഷത്തേക്ക് ഹുണ്ടായി മോട്ടോഴ്സ് അവരുടെ വാഹന നിർമ്മാണം തുടർന്നു. കാലക്രമേണ കൊറിയൻ റോഡുകളുടെ അവസ്ഥ മെച്ചപ്പെട്ടു. അതോടൊപ്പം കൊർട്ടീനയുടെ വിൽപ്പന കൂടുകയും ജനപ്രീതി ഏറാനും തുടങ്ങി. തൊട്ടു പിന്നാലെ ഫോർഡിന്റെ ഒരു പുതിയ മോഡൽ കാറും അവർ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനായി ഹുണ്ടായിയുടെ ഹുസാൻ ഫാക്ടറി കുറച്ചുകൂടി വിപുലീകരിച്ചു. എന്നാൽ അമേരിക്കൻ കാർ വമ്പന്മാരായ ഫോർഡ് കൊർട്ടീനയുടെ വിതരണം ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ചെയ്യുന്നതിന് ഹുണ്ടായിയെ തടഞ്ഞു. ഹുണ്ടായി ഫോർഡിന്റെ പാർട്ട്ണർഷിപ്പ് ഗ്ലോബൽ മാർക്കറ്റിലേക്കല്ല, കേവലം കൊറിയൻ മാർക്കറ്റിലേക്ക് മാത്രം ആയിരുന്നു എന്നായിരുന്നു ഫോർഡിന്റെ വാദം. അതോടൊപ്പം തന്നെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലാഭം തുല്യമായി വീതിക്കുന്നതിന് ഫോർഡ് വിസമ്മതിച്ചു. കാരണം കൊർട്ടീനയുടെ ലൈൻ സ്ട്രക്ചർ, ടെക്നോളജി ഒന്നും തന്നെ ഹുണ്ടായുടേതായിരുന്നില്ല, ഫോർഡിൻ്റെതായിരുന്നു. ഇതോടുകൂടി ചങ്ങിന് ഒരു കാര്യം മനസ്സിലായി. ഫോർഡിന് വേണ്ടിയിരുന്നത്
കൊറിയൻ മാർക്കറ്റ് കീഴടക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടി ചിലവ് കുറഞ്ഞ രീതിയിൽ വാഹനം നിർമ്മിക്കാനുള്ള ലോക്കൽ പ്രൊഡ്യൂസറായി മാത്രമേ ഹുണ്ടായെ കണ്ടിരുന്നുള്ളൂ. ഇതോടുകൂടി ചങ് 1974 ഫോർഡ് ആയിട്ടുള്ള കോൺട്രാക്ട് അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് വാഹനങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അന്ന് ആ തീരുമാനമെടുക്കുമ്പോൾ ചങ്ങിന് പോലും അറിയില്ലായിരുന്നു ആ തീരുമാനം കൊറിയൻ കാർ വ്യവസായത്തിന്റെ തന്നെ തലവര മാറ്റാൻ പോകുന്ന ഒന്നായിരുന്നു എന്ന്. ഫോർഡുമായുള്ള കോൺട്രാക്ട് അവസാനിപ്പിച്ചതിനു ശേഷം ഹുണ്ടായി മിസ്തുബിഷുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു, അവരുടെ എഞ്ചിനും ആക്സിലുകളും ഹുണ്ടായിയുടെ കാറിൽ ഉപയോഗിക്കുന്നതിനായി. അതോടൊപ്പം തന്നെ യൂറോപ്പിൽ നിന്നുള്ള മികച്ച എഞ്ചിനീയർമാരെ അവരുടെ അടുത്ത വാഹനമായ ഹുണ്ടായി പോണിയുടെ നിർമ്മാണത്തിനു വേണ്ടി നിയമിച്ചു. ഇത്തവണ കൊറിയയുടെ റോഡിന്റെ സ്ഥിതിയും കൂടി കണക്കിലെടുത്താണ് പോണിയുടെ നിർമ്മാണം തുടങ്ങിയത്. ഇങ്ങനെ ദുർഘടമായ പാതയിൽ കൂടി സഞ്ചരിക്കത്തക്കവണ്ണം ഉള്ളതും എന്നാൽ താരതമ്യേന മാർക്കറ്റിൽ കാറുകളുടെ വിലയേക്കാൾ കുറവുമായ പോണി സൗത്ത് കൊറിയയിൽ തരംഗമായി. അങ്ങനെ സൗത്ത് കൊറിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കപ്പെട്ട കാറായി പോണി മാറി. ആ കാലഘട്ടത്തിൽ സൗത്ത് കൊറിയയിൽ വിറ്റിരുന്ന 10ൽ 4 കാറും പോണിയായിരുന്നു. അങ്ങനെ പോണിയുടെ സക്സസിൽ നിന്നുകൊണ്ട ആർജവത്തിൽ ഹുണ്ടായി അവരുടെ വാഹനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ കൂടി വിപുലീകരിക്കാൻ തുടങ്ങി. ലോകത്തിന്റെ പല കോണുകളിലും ഹുണ്ടായി വാഹനങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. കാനഡയിൽ ഏറ്റവും വിറ്റഴിക്കപ്പെട്ട വാഹനമായി ഹുണ്ടായി മോട്ടോഴ്സ്. പോണി എന്ന മോഡൽ ലോകത്തുടനീളം ഹിറ്റായി. എങ്കിലും ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റായ USA മാർക്കറ്റിലേക്ക് പോണിക്ക് പ്രവേശിക്കാനായില്ല. അമേരിക്കയുടെ എമിഷൻ സ്റ്റാൻഡേർഡിലേക്ക് പോണിക്ക് എത്താൻ പറ്റാത്തതായിരുന്നു അമേരിക്കൻ മാർക്കറ്റിലേക്കുള്ള പോണിയുടെ പ്രവേശനം തടഞ്ഞത്. പക്ഷെ അതിനൊന്നും ചങ്ങിനെ തളർത്താനായില്ല. 1985 വീണ്ടും പുതിയൊരു മോഡലുമായി ഹുണ്ടായി മാർക്കറ്റിലേക്ക് വന്നു, ഹുണ്ടായി എക്സൽ. ആ മോഡൽ അമേരിക്കൻ എമിഷൻ സ്റ്റാൻഡേർഡുകളെ ഈസിയായി മീറ്റ് ചെയ്തു. ഒടുവിൽ അമേരിക്കൻ മാർക്കറ്റുകൾക്ക് ഹുണ്ടായി പ്രവേശിക്കുകയും ചെയ്തു. അത് വെറും തികച്ചും $4,995 വിലയ്ക്ക്. ആ തുക അമേരിക്കൻ മാർക്കറ്റിലെ പുതിയ കാറിന്റെ ഏകദേശം പകുതിയോളം വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അമേരിക്കൻ വാഹനപ്രേമികളെ വലിയൊരു ചലനമുണ്ടാക്കി. വെറും ഒരു വർഷം കൊണ്ട് 1,68,000 എക്സൽ മോഡൽ കാറുകൾ അമേരിക്കൻ നിരത്തിൽ മാത്രം വിറ്റഴിക്കപ്പെട്ടു. അതുപോലെ ലോകത്തിലെ പല രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് എക്സൽ കാറുകൾ വിറ്റഴിച്ചു. ഇത് ഹുണ്ടായി മോട്ടോഴ്സിന് മാത്രമല്ല കൊറിയൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് തന്നെ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. അങ്ങനെ മറ്റു വൻപൻ കാർ ബ്രാൻഡുകൾക്കൊപ്പം ഹുണ്ടായും ഇടം നേടി. പക്ഷേ അപ്പോഴും ഹുണ്ടായുടെ കാറുകൾക്ക് ഗുണനിലവാരവും വിശ്വാസ്യതയും കുറവായിരുന്നു. വാഹനം ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഉടമസ്ഥർക്ക് കൂടെ കൂടെ അത് വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടി വരികയും അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടിയും വന്നു. അമേരിക്കയിൽ മറ്റു വൻകിട ബ്രാൻഡുകളുടെ കാറുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആളുകൾ ഹുണ്ടായുടെ കാറുകളെ വില കുറഞ്ഞ തീരെ ഫീച്ചർ ഇല്ലാത്ത ചീപ്പ് കൊറിയൻ കാറുകളായിട്ടാണ് കണ്ടിരുന്നത്. ഇത് അവരുടെ റെപ്യൂട്ടേഷനെ സാരമായി ബാധിക്കുകയും അവരുടെ സെയിൽസ് കൂപ്പുകുത്താനും ഇടയാക്കി. ഇത് മറികടക്കാനായി ചങ് ഹുണ്ടായുടെ ടീമിലേക്ക് നല്ല കഴിവുള്ള മികച്ച എഞ്ചിനീയർമാരെ തേടിപ്പിടിച്ച് അപ്പോയിന്റ് ചെയ്യുകയും ഹുണ്ടായി സ്വന്തം എഞ്ചിനുകളും കാർ പാർട്സുകളും വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങി. 1990 മാർക്കറ്റിലുണ്ടായിരുന്ന ലേറ്റസ്റ്റ് ഫീച്ചറോടുകൂടി ഹുണ്ടായി പലവിധ മോഡലുകളും അവർ അവതരിപ്പിച്ചു. ഹുണ്ടായി ആക്സെന്റ്, സെനാറ്റ, എലാൻഡ്ര ഈ മോഡലുകളെല്ലാം തന്നെ താരതമ്യേന നല്ല രീതിയിൽ വിറ്റഴിക്കപ്പെടുകയും ചെയ്തു. 1998 കിയ മോട്ടോഴ്സിനെ ഹുണ്ടായി ഏറ്റെടുക്കുകയും ഈ സംയുക്ത സംരംഭം കൊറിയൻ കാർ ഇൻഡസ്ട്രിയുടെ തലവര തന്നെ മാറ്റി. നല്ല ക്വാളിറ്റി ഡിസൈനും ഗുണമേന്മയുള്ള കാറുകൾ ഉണ്ടാക്കാൻ ഈ സംയുക്ത സംരംഭം വളരെ ഉപകാരപ്രദമായി. അങ്ങനെ 2004 ഹോണ്ടയ്ക്കൊപ്പം കിടപിടിച്ചുകൊണ്ട് മികച്ച പ്രാരംഭ ബ്രാൻഡ് എന്ന ഖ്യാതി ടൊയോട്ടയ്ക്ക് പിന്നിലായി 2ാം സ്ഥാനം നേടി. പക്ഷെ അപ്പോഴും ജനങ്ങൾക്കിടയിൽ ഹുണ്ടായി കാറുകളുടെ ആ പഴയ വിശ്വാസ്യത കുറവ് അവരെ അലട്ടി. അത് മറികടക്കാൻ അവരൊരു വഴിയും കണ്ടെത്തി. അമേരിക്കയിൽ വിറ്റിരുന്ന എല്ലാ ഹുണ്ടായി കാറുകൾക്കും 10 വർഷം അല്ലെങ്കിൽ 1,00,000 മൈൽ വാറണ്ടി കമ്പനി പ്രഖ്യാപിച്ചു. ഈ ഒരു സിമ്പിൾ ട്രിക്ക് ഹുണ്ടായുടെ വാഹനങ്ങളുടെ സെയിൽസ് വളരെയധികം കൂട്ടാൻ സഹായിക്കുകയും 21ാം നൂറ്റാണ്ടിലെ മികച്ച ബ്രാൻഡ് ആയി ഹുണ്ടായി മാറ്റുകയും ചെയ്തു. ഇന്ന് നോക്കിയാൽ 195-ലധികം രാജ്യങ്ങളിൽ 6000-ലധികം ഡീലർഷിപ്പുകളിൽ 1,00,000-ലധികം ജീവനക്കാരുള്ള ഒരു വലിയ സ്ഥാപനമാണ് ഹുണ്ടായി. നമ്മുടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ തന്നെ 15% ഷെയറും ഹുണ്ടായി മോട്ടോഴ്സ് ആണ് കൈയടക്കിയിരിക്കുന്നത്. മാരുതി സുസുക്കിക്ക് പിന്നിലായി ഏറ്റവും വലിയ വാഹന നിർമ്മിതാക്കളിൽ 2ാം സ്ഥാനമാണ് ഹുണ്ടായിക്ക്. ഇതൊക്കെ സ്ഥാപിച്ചതോ അരവയറുമായി ഒരുപാട് രാത്രികൾ കിടന്നുറങ്ങി തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായി 4 തവണയോളം നാടുവിട്ട ഒരു കർഷകനായ ബാലൻ. ഒന്ന് ആലോചിക്കണം, എത്ര പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിച്ച് നമ്മുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ ആത്മാർത്ഥമായി കഠിനാധ്വാനം ചെയ്തു പോയാൽ നമുക്കും അതൊക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.
ഇതുപോലുള്ള നല്ല നല്ല സ്റ്റോറികൾ ഇനിയും കേൾക്കുന്നതിനായി പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.